ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ജാതകം അങ്ങനെ നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും. കല്യാണം കഴിഞ്ഞ ആളുകൾ ജാതകം നോക്കി കെട്ടിയ ആളുകളായിട്ടാണ്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പെണ്ണ് കാണാൻ പോണ സമയത്ത് ജാതകം ചേരുന്നില്ല, പിന്നെ നമ്മളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ പ്രോബ്ലംസും ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ജാതകം നോക്കാണ്ട് കിട്ടിയ ആളാണ്, ജാതകം തിരുത്തി കിട്ടിയ ആളാണ്. അപ്പം എനിക്ക് പടം പെട്ടെന്ന് ക്ലിക്കായി. നമുക്ക് ഒരുപാട് കൺസെപ്റ്റുകൾ ഉണ്ടായി നമ്മുടെ കല്യാണത്തിനെ കുറിച്ചൊക്കെ. പക്ഷെ നമ്മളെങ്ങനെയാണെന്നും കൂടി നമ്മൾ ചിന്തിക്കണം. നമ്മളെങ്ങനെയാണ് കാണാൻ, എങ്ങനെയാണ് നമ്മുടെ കുടുംബം, എങ്ങനെയാണ് നമ്മുടെ ജോലി എന്താണൊക്കെ ചിന്തിക്കണ്ടേ. അപ്പോൾ പെൺപിള്ളേർക്ക് കൺസെപ്റ്റ് ഉണ്ടാവും. അപ്പോൾ എം മോഹൻ സംവിധാനം ചെയ്ത ഒരു ജാതകം. എം മോഹൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ആളെ പടങ്ങളൊക്കെ നമുക്കറിയാം. എനിക്ക് ആളെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം അരവിന്ദൻ അതിഥികൾ എന്നൊരു മൂവിയാണ്. ഞാൻ കണ്ടതിൽ കണക്കില്ല, അത്ര ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ്. അതുപോലെ കഥ പറയുമ്പോൾ, 916, മാണിക്യക്കല്ല്, ഓൾമോസ്റ്റ് ആൾ ചെയ്ത പടങ്ങളൊക്കെ ഹിറ്റാണ്. അതിൽ 916 മാത്രമാണ് കുറച്ച് വിജയിക്കാതെ പോയൊരു പടം എന്ന് പറയാം. അപ്പോൾ അതിനുശേഷം വരുന്ന ഒരു പടമാണ്. അപ്പോൾ ആളുടെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഒരു ഫീൽ ഗുഡ് സാധനമാണ്. പക്ഷെ നമ്മൾ ഈ ട്രെയിലർ കണ്ട സമയത്ത് ട്രെയിലർ റിയാക്ഷൻ ഞാൻ ചെയ്തിരുന്നു. ഈ പടം നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. ഒരു 2 മണിക്കൂർ നേരമുള്ള പടം അതിഗംഭീരമായിട്ട്. പടത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ സബ്ജക്റ്റാണ്. ഒരു കല്യാണമായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഏജ് ഓവറായ ഒരാൾ, 38 ഏജുള്ള ഒരാൾ, അത്യാവശ്യം വലിയ കുടുംബത്തിലുള്ള ഒരാൾ, മാമ്പറത്ത് ജയേഷ്. അതുപോലെ അങ്ങനത്തെ വലിയ ഭയങ്കര ആളെല്ലാ കാര്യത്തിനും ആളുടെ തറവാടിൻ്റെ പേരൊക്കെ എടുത്ത് പറയുന്നത്. മാമ്പറത്ത് ജയേഷ് നേടിയിരിക്കല ഇനി ചെയ്തിരിക്കും, നമുക്ക് പറ്റും, മാമ്പറത്ത് ജയേഷാണെന്നൊക്കെ പറയുന്നപ്പോൾ അങ്ങനത്തെ ഒരു നായരാണ്. അപ്പോൾ ആൾക്ക് 38 ഏജായി, പെണ്ണ് കിട്ടുന്നില്ല. കാരണം ആൾ ഒരുപാട് ഡിമാൻഡ്സ് കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെണ്ണുങ്ങൾക്കും ഉണ്ടാവുമല്ലോ. പിന്നെ കാണാനും കുറേ ലിമിറ്റേഷനെ കുറിച്ച് കുറേ കൗണ്ടറുകളൊക്കെ വരുന്നുണ്ട്. ഒരു സബ്ജക്റ്റ് വെച്ച് ഡെവലപ്പ് ചെയ്യുന്നൊരു പടം. എം മോഹൻ എന്ന സംവിധായകൻ്റെ ഇങ്ങനത്തെ ഒരു പടം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് ഏകദേശം കിട്ടിയിരുന്നു. ഈ പടത്തിൽ നമ്മുടെ നായകനായ നമ്മുടെ ജയ അഴിഞ്ഞാടിയിരിക്കുകയാണ്. പടത്തിലൊന്നുമില്ല, പക്ഷെ ഇരുന്നിങ്ങനെ നമുക്കുണ്ടല്ലോ ത്രൂ ഔട്ട് ഇരുന്നിങ്ങനെ ചിരിക്കുക. കുറേ പൊട്ടി ചിരിച്ചു ഞാൻ ഒറ്റയ്ക്ക് ചിരിച്ചു. പിന്നെ ഞാൻ ചിരിച്ചു കണ്ടിട്ട് ബാക്കിലൊക്കെ ഭയങ്കര ചിരിയായി. തിയേറ്റർ കഴിഞ്ഞ് പടം കഴിഞ്ഞാൽ ഇവിടെ കൂട്ടച്ചിരിക്കും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അങ്ങനത്തെ കൗണ്ടറുകളാണ്. ഇയാളുണ്ടല്ലോ സ്ക്രീനിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അച്ഛൻ റോൾ ചെയ്ത കുഞ്ഞികൃഷ്ണൻ ക്യാരക്ടർ നമ്മുടെ എന്താ കേസ് കൂടുന്നില്ല. അവര് കുറെ കോമൺ ആയ സീനുകളൊക്കെ ഉണ്ട്, കാരണം ചിരിക്കും. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള കുറേ പേരിൽ വരുന്നുണ്ട്. അതിൽ ഇവര് റൂംമേറ്റ് ആയിട്ടുള്ള ചേട്ടനുണ്ട്. ആളുടെ കൗണ്ടറുകൾ രക്ഷയില്ല. പ്രത്യേകിച്ച് കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ റോൾ ചെയ്യുന്ന ക്യാരക്ടർ, ആൾ അമ്മയെ റോൾ ചെയ്യുന്ന ക്യാരക്ടർ, ചേച്ചി റോള്, തറവാട്ടിൽ ഒരു റിലേഷനിലൊരു ഒരു പയ്യുണ്ട് അവിടെ, അതിൻ്റെ ക്യാരക്ടറൊക്കെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ കൗണ്ടറുകൾ സിറ്റുവേഷൻ കോമഡീസ് ഒക്കെയാണ്. പക്ഷെ ഇങ്ങനെ ഇരുന്നിങ്ങനെ ചിരിക്കുക. ചില പടത്തിന് നമ്മളെ ബ്ലാങ്ക് ആയിട്ട് കയറിയിട്ട് ഇരിക്കുക, വേറെ ഒന്നും ചിന്തിക്കേണ്ട. അതിൽ നമ്മൾ പറയുന്നതിൽ ലോജിക്ക് ഉണ്ടോ മറ്റേതുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. പൊളിറ്റിക്കലിക്ക് ഒരുപാട് സംഭവങ്ങൾ അതിലുണ്ട്, പക്ഷെ അതൊന്നും ചിന്തിക്കണ്ട. നമ്മൾ ബ്ലാങ്ക് ആയിട്ട് പോയിരുന്നു കഴിഞ്ഞാൽ 2 മണിക്കൂർ നേരം ഇങ്ങനെ ചിരിക്കുക. അതിൽ വിനീത് ശ്രീനിവാസന്റെ കുറെ സാധനങ്ങളുണ്ട്. അതൊക്കെ എന്തോ പറയുക, സിറ്റുവേഷനിൽ വരുന്ന എക്സ്പ്രഷൻസ് ആണല്ലോ, നടത്തം, കുറേ സാധനങ്ങളുണ്ട്. അയ്യോ, നടത്തുന്നൊക്കെ പറഞ്ഞ ഗംഭീര വിറ്റാണ്. പിന്നെ കല്യാണ സംബന്ധമായിട്ടുള്ള കുറേ ഇഷ്യൂസ്, കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടാകുന്ന ഇഷ്യൂസ്, ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ സബ്ജക്റ്റുകൾ കുറേ ഉണ്ടല്ലോ. ആണ് പെണ്ണും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. അതിൽ നിഖില ഇവൻ്റെ കുറച്ച് നേരമുള്ള ആളെ ക്യാരക്ടർ, അത് രസമായിട്ട് ഈ പടത്തിൻ്റെ മെയിൻ സാധനം ആ ക്യാരക്ടറിലൂടെയാണ് പോകുന്നത്. 2-3 സീനിലാണ്ട് ആൾ വരുന്നുള്ളൂ, പക്ഷെ രസമായിട്ടുണ്ട്. ഓൾ ഇതിൽ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടില്ല. പിന്നെ മൃദുൽ നായരുടെ ക്യാരക്ടർ എടുത്തു പറയണം, രസമായിട്ട് ചെയ്യുന്ന. ഇന്നലത്തെ ഫിലിമിലും ദേശിന്റെ പടത്തിലുകൾ ഉണ്ടായിരുന്നു. ഇന്നലെ ആശാന ശിഷ്യനും തകർത്ത് 2 പേർക്ക് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. മൃദുൽ നായർ, കുഞ്ഞികൃഷ്ണൻ, അമ്മയുടെ റോളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പടം നമ്മൾ ബ്ലാങ്ക് ആയിട്ട് കയറുക, പടത്തിൽ ഒന്നുമില്ല, സ്കൂഫായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ക്ലൈമാക്സിൽ 1-2 ഫിലിം റഫറൻസൊക്കെ കാണിക്കുന്നുണ്ട്. അടിപൊളി സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂർ നമുക്ക് ഫുള്ളി ഫാമിലി ആയിട്ട് എൻ്റർടൈൻ ചെയ്ത് കാണാൻ പറ്റിയ ഒരു കുഞ്ഞ് സിനിമ. അത് വിനീതായിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഡയറക്ഷൻ, അതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം അടിപൊളിയാണ്. അത് 2-3 ലൊക്കേഷനും കാര്യങ്ങളും പടം നടക്കുന്നത്. ചെന്നൈയിലൊരു കമ്പനിയുടെ അഡ്വർടൈസ്മെന്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. കല്യാണ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് കൂടുതൽ ചർച്ച ചെയ്യുന്നത്. അത് ക്ലൈമാക്സിൽ കുറച്ച് സീനുകളുണ്ട്. സഭയുടെ ഒരു സംഭവമുണ്ട്. ബാബു തന്നെയാണ് അയ്യോ എൻ്റെ പ്രായം അതൊന്നല്ല മെയിൻ സംഭവം. കുറച്ച് കാര്യങ്ങൾ ഈ പടത്തിലുണ്ട്, എനിക്ക് പോകുന്നില്ല വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ, ഒരാണും പെണ്ണും തമ്മിൽ മനസ്സിലാക്കിയിട്ടുള്ള
ഒരു ജീവിതമാണ് മാരേജ് ലൈഫിൽ വേണ്ടത്. ഇവരാണും ആണും ജീവിക്കുന്നുണ്ട്, ഇപ്പോൾ പെണ്ണും ജീവിതം ഒരു വ്യക്തിപര തീരുമാനങ്ങളാണ്. പിന്നെ ബോഡി ഷേമിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ആക്കേണ്ട. ഈ പടം എന്ന് വെച്ചാൽ എൻ്റർടൈൻമെൻ്റ് ആണ്. നമ്മൾ വലിയ വലിയ ആശയങ്ങൾ പങ്കുവെക്കുന്ന ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ. പക്ഷെ പെണ്ണ് കെട്ടേണ്ട കാര്യങ്ങൾ വരുന്ന സമയത്ത് എല്ലാവരും കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കിക്കൂടാറുണ്ട്. ഓരോ മനുഷ്യൻ്റെ ഇതാണ്. പക്ഷേ കാലം മാറി, കാലഘട്ടം മാറി, പലർക്കും പല ഒക്കെയുണ്ട്. പക്ഷേ പണ്ടത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വെച്ച് കഴിഞ്ഞാൽ സ്ത്രീയാണ് തരം ചിന്തിക്കുന്ന ആളുകളൊക്കെ മാറിയിട്ടുണ്ട്. ഇന്നലെ കണ്ട പടം നമുക്ക് സ്ത്രീധനാണെങ്കിൽ ഇന്നിവിടെ പെണ്ണാണ്. അവിടെ പെണ്ണ് കിട്ടി, അവിടെ പെണ്ണ് കിട്ടിയ സ്ത്രീധനാണ് വിഷയം, ഇവിടെ പെണ്ണ് കിട്ടാത്ത വിഷയമാണ്. അപ്പം ആശാന് ശിഷ്യന് ഇന്നലെ ശിഷ്യൻ്റെ ദിവസമാണ്, ആശാന ദിവസമാണ്. അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ്. തിയേറ്ററിൽ ഇരുന്ന് ചിരിക്കാൻ വേണ്ടിയിട്ട് വെറുതെ പോയി കാണാൻ പറ്റിയത് നല്ല മൂവി, നല്ല അറ്റംപ്റ്റ്. പ്രത്യേകിച്ച് നമ്മുടെ ഡയറക്ടർ ആളെന്ന് പ്രതീക്ഷിക്കുന്ന സാധനമല്ല, ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കട്ട വിനീതായിട്ട് ഫാന. സൈക്കിൾ മുതൽ എല്ലാ പടങ്ങളും ആളെ പോയി കാണാം. ആളെ അഭിനയിക്കേണ്ട ആ പടം ഞാൻ കണ്ടിരിക്കും. പക്ഷെ ഇതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ബോഡി ലാംഗ്വേജ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ പടം കാണും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓൾറൗണ്ട് എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. അച്ഛൻ അമ്മേരെ ക്യാരക്ടർ, പെങ്ങളുടെ ക്യാരക്ടർ, പിന്നെ കുറേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് കേട്ട് വരുന്നുണ്ട്. ഒരു നോർത്ത് ഇന്ത്യൻ ക്യാരക്ടർ വരയ്ക്കുന്നതിലുള്ള പിന്നെ പെൺകുട്ടിയുടെ റോള് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് സാധനങ്ങൾ സ്പൂഫായിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. എനിക്കൊന്ന് പോകുന്നില്ല, പോയി കാണാൻ ടിക്കറ്റ് എടുക്കുക, എൻജോയ് ചെയ്യുക.